നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ദിനത്തോടനുബന്ധിച്ച് ഉള്ള ക്വിസിൻ്റെ രണ്ടാം പാർട്ടാണ്. അപ്പം ഇതിൻ്റെ ഒന്നാം പാർട്ട് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചോദ്യം 1. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച തലയോലപ്പറമ്പ് എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഉത്തരം കോട്ടയം. ചോദ്യം 2. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത്? ഉത്തരം ഭഗത് സിംഗ്. ചോദ്യം 3. ഈ പുസ്തകം തിന്നാൽ ഇയാൾ ധൈര്യപ്പെടുമോ? ബഷീർ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. ചോദ്യം 4. ബഷീർ ആദ്യമായി ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ സംഭവം ഏത്? ഉത്തരം 1930 കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹം. ചോദ്യം 5. ബഷീറിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജെ കേസരി എന്ന പത്രത്തിൽ ആയിരുന്നു. ഏതായിരുന്നു ആ കഥ? ഉത്തരം തങ്കം. ചോദ്യം 6. ഒന്നും ഒന്നും ചേർന്നാൽ എത്രയാണെന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത്? ഉത്തരം ഇമ്മിണി ബല്യ 1. ചോദ്യം 7. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ഓർമ്മയുടെ അറകൾ. അതായത് ഓർമ്മയുടെ അറകൾ എന്നാണ് ബഷീറിൻ്റെ ആത്മകഥയുടെ പേര്. ചോദ്യം 8. തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ നോവൽ ഏതാണ്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ചോദ്യം 9. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത്? ഉത്തരം പത്മശ്രീ. പത്മശ്രീയാണ് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം. ചോദ്യം 10. മജീദും സുഹറയും കഥാപാത്രമായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? ഉത്തരം ബാല്യകാലസഖി. ബാല്യകാലസഖി എന്ന നോവലിലാണ് മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്നത്. ചോദ്യം 11. ഒന്നും ഒന്നും ഇമ്മിണി ബല്യ 1 എന്ന പ്രയോഗം ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഉള്ളത്? ഉത്തരം ബാല്യകാലസഖി. ചോദ്യം 12. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം കടുവക്കുഴി ഗ്രാമം. അതായത് കടുവക്കുഴി ഗ്രാമം എന്നാണ് ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേര്. ചോദ്യം 13. വെളിച്ചത്തിനെന്തൊരു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? ഉത്തരം ൻ്റുപ്പൂപ്പാക്കൊരാനണ്ടാർന്നു എന്ന കൃതിയിൽ നിന്ന്. ചോദ്യം 14. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ എഴുതിയ കൃതി ഏത്? ഉത്തരം നേരും നുണയും. നേരും നുണയും എന്ന കൃതിയാണ് ബഷീർ ചോദ്യോത്തര രൂപത്തിൽ എഴുതിയത്. ചോദ്യം 15. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം? ഉത്തരം മാംഗോസ്റ്റിൻ. ചോദ്യം 16. ബഷീർ വിവാഹിതനായത് എന്നാണ്? ഉത്തരം 1957 ഡിസംബർ 18. അതായത് 1957 ഡിസംബർ 18 ബഷീർ വിവാഹിതനായത്. ചോദ്യം 17. ബഷീറിന് ഡിലിറ്റ് ബിരുദം നൽകിയ സർവകലാശാല ഏത്? ഉത്തരം കാലിക്കറ്റ് സർവകലാശാല. അതായത് കാലിക്കറ്റ് സർവകലാശാലയാണ് ബഷീറിന് ഡിലിറ്റ് ബിരുദം നൽകിയത്. ചോദ്യം 18. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ബഷീറിന് ലഭിച്ച വർഷം ഏത്? ഉത്തരം 1970. ചോദ്യം 19. ബഷീറിൻ്റെ മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1968. 1968 ബഷീറിൻ്റെ മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ചോദ്യം 20. എൻ്റെ ബഷീർ എന്ന കവിതയുടെ രചയിതാവ് ആര്? ഉത്തരം ONV കുറുപ്പ്. ONV കുറുപ്പാണ് എൻ്റെ ബഷീർ എന്ന കവിതയുടെ രചയിതാവ്.